പണ്ട് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ നേരിട്ടത് നേർക്ക് നേരെ മുശ്രിക്കുകളെയായിരുന്നു. അവർക്ക് ചില തത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊരിക്കൽ പോലും പ്രവാചകൻ അല്ലമീൻ അല്ലെന്ന്, അഥവാ സത്യസന്ധനല്ലെന്ന് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. അവർ പ്രവാചകൻ്റെ മേൽ കളവ് ആരോപിച്ചിട്ടില്ലായിരുന്നു. അവർ പ്രവാചകൻ്റെ മേൽ സ്ത്രീലമ്പടനാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്തെ ചരിത്രങ്ങളിൽ എങ്ങുമില്ലായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇപ്പോൾ ഈ പറഞ്ഞ വിദ്വേഷികളും കൃസംഗികളും സംഘികളും കൂടാതെ നമ്മുടെ രവിചന്ദ്രൻ പിള്ളയുടെയും അരിപ്പുവിൻ്റെയും നേതൃത്വത്തിലുള്ള യുക്തിവാദി മോർച്ചക്കാരും കൂടി പല സംഗതികളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചില വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ വീഡിയോ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും അതിൻ്റെ കമൻറ്റുകൾ ഒരു ഒന്നൊന്നര പറ്റലായിരിക്കും. ഇപ്പോൾ ഈ യുക്തിവാദി മോർച്ചയുടെ നേതൃത്വത്തിൽ അരിപ്പുവൊക്കെ ആവശ്യം പോലെ കാശ് വാങ്ങിച്ചിട്ട് കുറേ പേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പേജുകളുടെ പേരുകൾ മനുഷ്യത്വത്തിനൊരാമുഖം, ദൈവത്തിന് ഒരു പൂച്ചെണ്ട്, മതമില്ലാത്ത മനുഷ്യൻ, മണമില്ലാത്ത പൂവ് എന്നൊക്കെ പറഞ്ഞാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് മുഖമുള്ളവർ ഇവർ ഒന്ന് രണ്ട് പേരെ കാണുകയുള്ളൂ. ബാക്കിയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇവൻ്റെ ഒരു ടീമായിരിക്കും. ആരുടെ? ഈ അരിപ്പുവിൻ്റെയൊക്കെ ഒരു ടീമായിരിക്കും. അപ്പോൾ ആ തരത്തിൽ ചില സംഗതികൾ ചെയ്യുമ്പോൾ ചില കമൻറ്റുകൾ ചിലർ കൊടുക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയേക്കാൾ അപ്രോപ്രിയേറ്റ് ആയിരിക്കും ആ കമൻറ്റുകൾ. ഒരു ഉദാഹരണം, നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് എഴുതാറുള്ള ഒരാളാണ്, നമുക്ക് ആ ആരിഫ് ഹുസൈനെ ആശയപരമായി ഒന്ന് ഒതുക്കണം, ആ കോളിലേക്കൊന്ന് ചെന്ന് കയറിക്കൊടു എന്ന് പറഞ്ഞാൽ അവന് കാശുണ്ടാക്കാൻ വേണ്ടി അവൻ പ്ലാൻ ചെയ്ത് നിർത്തിയിരിക്കുന്ന ചിലരെ കൊണ്ട് വിളിപ്പിക്കുകയും അവർക്ക് മറുപടി പറഞ്ഞ് അത് കേൾക്കാനിരിക്കുന്ന വിദ്വേഷികളുടെ വായിലേക്ക് അവൻ്റെ വിസർജ്യം അങ്ങോട്ട് രുചിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്ത് അത് ആസ്വദിക്കുന്നവരുടെ പിന്തുണയോടെ അത് ചെയ്യുന്നതിനും കാശ്, അതിൻ്റെ റീച്ചിനും കാശ് ഒക്കെ സമ്പാദിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതിൽ ഒന്ന് വിളിക്കാൻ മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുഖമില്ലാത്ത ഏതോ ഒരു ജീവി എഴുതി. അതിൻ്റെ താഴെ നമ്മുടെ ഒരു FB സുഹൃത്ത് വന്ന് എഴുതിയത് മനുഷ്യനൊരാമുഖം. അയാളെ വിളിച്ചുകൊണ്ടാണ്, പേപ്പട്ടിയുടെ മുന്നിലേക്ക് ബുദ്ധിയുള്ളവർ പോകില്ല, കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കേ ഉള്ളൂ. എന്തോ ഒരു രുചിയുള്ള മറുപടി. സത്യമല്ലേ? ആരെങ്കിലും പേ പിടിച്ച് നിൽക്കുന്നവൻ്റെ അടുത്തോട്ടോ വല്ലതും ചെല്ലുവോ? ഭ്രാന്തൻ്റെ അടുത്തേക്ക് ചെല്ലുവോ? എത്ര കരാട്ട പഠിച്ച ആളാണെങ്കിലും ഒരു നിലവിട്ട് നിൽക്കുന്ന ഭ്രാന്തൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കരാട്ടെ പഠിച്ച ആൾ ഒന്ന് മടിക്കും. കാരണം എന്താ? കരാട്ടെ പഠിച്ചെങ്കിലും അവനറിയാം അപ്പുറത്ത് നിൽക്കുന്നവന് ഒരു ബോധവും ഇല്ലാതെ നിൽക്കുമോ, അവൻ ചിലപ്പോൾ കീച്ചിക്കളയുമെന്ന്. അപ്പോൾ അതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്, പേപ്പട്ടിയുടെ അടുത്തോട്ട് ആരെങ്കിലും ചെല്ലുമെന്ന്. ഇവിടെ ആരാ പേപ്പട്ടി? മനുഷ്യനൊരാമുഖം എന്ന് എഴുതിയവൻ്റെ ഗുരുവാണ് ഇവിടെ പേപ്പട്ടി. തീർന്നില്ല. അതുകൂടാതെ അവനൊരു മറുപടിയും കൂടെ അവർ കൊടുത്തു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഒരാളെപ്പറ്റി നുണ പറഞ്ഞാലേ ആരിഫിന് അരി മേടിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ റേഞ്ച് എത്രയാണെന്നൊന്ന് നോക്കൂ. ഐ ലവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അതായത് സത്യമല്ലേ? ഇപ്പം ജീവിച്ചിരിക്കുന്ന ആരെക്കുറിച്ച് അവനൊന്നും അധികം പറയാനില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അതിന് ഉത്തരം പറയണ്ടേ എന്ന് മാത്രമല്ല, ആ പ്രവാചകൻ ജീവിച്ചിരുന്ന സമകാലിക രംഗത്ത് ആ കാലത്ത് എന്തെങ്കിലും പ്രവാചക വിമർശനങ്ങളിൽ അവൻ ഉന്നയിക്കുന്നതൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞെങ്കിലേ അവന് ജീവിക്കാനൊക്കെയുള്ളൂ. തീർന്നില്ല, അതിൻ്റെ കൂടെ ബാക്കിയും കൂടെ കൊടുത്തു, ഒരു കാർഡും കൂടി ഇട്ടുകൊണ്ട്. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ച ആളിനെ ഈ ആധുനിക യുഗത്തിലും ഒരു വലിയ സമൂഹം അതേപടി അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അത് അസാധാരണ വ്യക്തിത്വമായതുകൊണ്ട് അല്ലേ? നിങ്ങളും ജാമിദയും ആരിഫും വട്ടം കൂടിയിരുന്ന് നുണ പറഞ്ഞാലൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം കെടുത്താൻ കഴിയില്ല. എന്നിട്ട് ലോകത്തിലെ 1-ാം നമ്പർ മികച്ച പുരുഷൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി പ്രവാചകൻ മുഹമ്മദ് നബി ആണെന്നാണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള പുതിയ കാലത്തിൻ്റെ സാങ്കേതിക വിദ്യകളും പറയുന്നത്. ആരിഫ് പറഞ്ഞുകൊണ്ടിരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ ഇസ്ലാം തീർന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഇതൊക്കെ ആ സഹോദരി എഴുതിയെങ്കിലും ആദ്യത്തെ ആ വാക്കുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പേപ്പട്ടിയുടെ അടുത്തേക്ക് ആരും പോകാറില്ല, കാരണം അത് പേ പിടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ അടുത്തേക്ക് മറ്റേതെങ്കിലും സമാന അസുഖമുള്ള ബോധവും പേയും ബാധിച്ച പട്ടികളുണ്ടെങ്കിൽ അവർ കൂട്ടം കൂടി ഒരുമിച്ചങ്ങ് നടന്നോളും. ദൂരെ നിന്ന് കല്ലെടുത്തെറിയുകയോ ഓടിക്കുകയോ മാത്രമേ നമ്മൾ ചെയ്യാവൂ.